എന്നെ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ബോധ്യം കിട്ടുകയാണ്, നമ്മൾ യേശുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്ത 99.9% കാര്യങ്ങളിലും നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയൊന്നുമല്ല ചെയ്തത്, നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. നമ്മളെ പല വിധത്തിൽ അതുവഴി നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ബൈബിൾ പറയുന്നു, ശ്രദ്ധിക്കുക, ബൈബിൾ പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ നല്ല പ്രവൃത്തികൾക്ക് ശേഷവും മനുഷ്യന് വരുന്ന ഒരു സാധനമാണ് അഹങ്കാരം. ചെയ്തു എന്ന അഹങ്കാരം, ചെയ്തതിലുള്ള അഹങ്കാരം, ചെയ്തല്ലോ എന്നുള്ള അഹങ്കാരം. ഇത് പ്രകടമാവുന്നതാണ് നമുക്ക് നന്മ ചെയ്ത് ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. കാരണം നമ്മൾ നന്മ ചെയ്തതാണ്. ചെയ്തു എന്ന അഹങ്കാരം. മനസ്സിലാവുന്നുണ്ടോ? 2, മനുഷ്യന്റെ എല്ലാ നല്ല പ്രവൃത്തികളുടെ പിന്നിലും കിടക്കുന്ന ഒരു സാധനമാണ്, നല്ല പ്രവൃത്തികൾക്ക് ശേഷവും മനുഷ്യന് വരുന്നൊരു സാധനമാണ് പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ഞാൻ നന്മ ചെയ്തതല്ലേ, അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പോൾ മനുഷ്യൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്ക് ശേഷവും ഒന്നുകിൽ മനുഷ്യന് അഹങ്കാരമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് പ്രതിഫലേച്ഛയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എവരി ഗുഡ് ആക്ഷൻ ഈസ് കണ്ടാമിനേറ്റഡ് ബൈ പ്രൈഡ്. എല്ലാ മനുഷ്യന്റെ നല്ല പ്രവൃത്തികളും അഹങ്കാരത്താലും പ്രതിഫലേച്ഛയാലും മലിനമാക്കപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പാപത്തിന്റെ ലിസ്റ്റിൽ നന്മ പ്രവൃത്തികളെ പെടുത്തിയത്. പിടികിട്ടിയോ? അതായത് നമ്മൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നന്മ പ്രവൃത്തികളുടെ പിന്നിൽ എന്തുണ്ട്? അഹങ്കാരമുണ്ട്, പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബൈബിൾ മനുഷ്യന്റെ നല്ല പ്രവൃത്തികളെ വിളിച്ചത് മലിനവസ്ത്രം എന്നാണ്. വായിക്കാം.